ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, മുടി നല്ലതുപോലെ തഴച്ച് വളരാനും മുടിയുടെ കൊഴിച്ചിലെല്ലാം മാറി നല്ലതുപോലെ തഴച്ച് വളരാൻ വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ദിവസേന യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മുടിയൊക്കെ തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ ദിവസേന എണ്ണ കാച്ചുന്നതിൽ നമ്മൾ ഈ കരിഞ്ജീരകമൊക്കെ ഇട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ മുടി നല്ലതുപോലെ തഴച്ച് വളരും, നല്ല ഞെരുക്കത്തോടെ തന്നെ മുടി നമുക്ക് വളർന്ന് കിട്ടും. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആ കരിഞ്ജീരകം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2.5 സ്പൂൺ അളവിൽ കരിഞ്ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഹെയർ ഡൈ ആണെങ്കിൽ നമുക്ക് ദിവസേന നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിൽ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഉള്ള കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ വാങ്ങിച്ച് നമ്മൾ തലയിൽ തേക്കാതെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ആഴ്ചയ്ക്കകത്തേന് മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഇതിനെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കാൻ. നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ എണ്ണയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ ഈ കരിഞ്ജീരകം ചേർത്ത് നമ്മൾ എണ്ണ കാച്ചുകയാണെങ്കിൽ ജലദോഷവും ഒന്നും തന്നെ വരില്ല. അതുമാത്രമല്ല, ജലദോഷമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ, അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കരിഞ്ജീരകം ഇട്ട് നമ്മൾ എണ്ണ കാച്ചി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ കുറവ് ആയി കിട്ടും. അപ്പോൾ മുടി വളരാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് പല രോഗങ്ങൾ മാറ്റാനും ഈ കരിഞ്ജീരകം കൊണ്ട് ഉപയോഗമാണ്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇവിടെ കരിഞ്ജീരകം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ദണ്ട ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേയില വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ തേയില വെള്ളം നല്ല കട്ടിക്ക് ഒരു 2 സ്പൂൺ തേയില പൊടിയിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുത്ത വെള്ളമാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ചൂടോടെ തന്നെ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ചെറു തീയിൽ വെച്ച് തന്നെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് തേയില വെള്ളത്തിന് പകരം നമുക്ക് ചെറു ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തേയില വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ നല്ലതുപോലെ കറുപ്പ് നിറമൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ആ ഒരു കരിഞ്ജീരകം കുറുക്കിയത് നല്ലതുപോലെ കുറുകി ഈ ഒരു കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അധികമായിട്ട് നമ്മളിതിനെ തിളപ്പിച്ച് വറ്റിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ ഒരു ചൂട് ഇരുന്ന് തന്നെ ഇത് കുറച്ചും കൂടി നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കരിഞ്ജീരകം നല്ലതുപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിന് നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ നല്ലതുപോലെ തണുത്ത് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലതുപോലെ കറുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നമ്മൾ ചൂടാക്കി വറ്റിച്ചൊക്കെ എടുത്തപ്പോൾ തന്നെ കരിഞ്ജീരകം നല്ലതുപോലെ കറുത്ത് ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്.
നമ്മൾ മൈലാഞ്ചിപ്പൊടി, അത് നമ്മൾ 1 സ്പൂൺ അളവിൽ മൈലാഞ്ചിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് നേരിട്ട് തലയിൽ തേക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ 1 സ്പൂൺ അളവിൽ മൈലാഞ്ചിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആയുർവേദ കടയിലുള്ള മൈലാഞ്ചിപ്പൊടി തന്നെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇത് നമുക്ക് നല്ല ഒറിജിനൽ പൊടി നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടും കേട്ടോ. അവർ പൊടിച്ച് വയ്ക്കുന്ന പൊടിയാണിത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മൈലാഞ്ചിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ 5 മണിക്കൂർ ഇതിനെ ഒന്ന് നമുക്കതിനൊന്ന് പരുവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 5 മണിക്കൂറാകുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് മൂടി വെച്ച ശേഷം ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലതുപോലെ കറുത്ത നിറം കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവാകുമ്പോൾ വേണം നമ്മളിത് തലയിലേക്ക് തേക്കാൻ. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ തലമുടിയിൽ തേക്കാവുന്നതാണ്. ഇത് കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും. അതുമാത്രമല്ല നമ്മുടെ ഇത് മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിയുടെ പൊഴിച്ചിലൊക്കെ മാറി കിട്ടാനും ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത ശേഷം നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.